1992 മാർച്ച് 27 കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഒരു കോൺവെന്റ്. പുലർച്ചെ വെള്ളമെടുക്കുന്നതിനായി ഹോസ്റ്റൽ മുറിയിൽ നിന്ന് അടുക്കളയിലേക്ക് പോയതായിരുന്നു 21 വയസ്സുകാരിയായ സിസ്റ്റർ അഭയ. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവൾ തൻ്റെ ഹോസ്റ്റൽ റൂമിലേക്ക് തിരിച്ചെത്തിയില്ല. ഹോസ്റ്റലിൽ പരിഭ്രാന്തി പടർന്നു. എല്ലാവരും അന്വേഷിക്കാൻ തുടങ്ങി. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആരും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയായിരുന്നു അവിടെ പരന്നത്. കോൺവെന്റിൻ്റെ കിണറ്റിൽ സിസ്റ്റർ അഭയുടെ മൃതദേഹം കണ്ടെത്തി. തുടക്കത്തിൽ ഇതൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കാനാണ് പോലീസ് ശ്രമിച്ചത്. എന്നാൽ അത് വിശ്വസിക്കാൻ സഭയിലെ ഒരു വിഭാഗം വിശ്വാസികളും പൊതുജനങ്ങളും തയ്യാറായില്ല. ദൈവഭക്തിയായ ഒരു കന്യാസ്ത്രീ യാതൊരു കാരണവുമില്ലാതെ എന്തിനാണ് സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു തന്നെ നിന്നു. ആ കോൺവെന്റിൻ്റെ ചുവരുകൾക്കുള്ളിൽ ലോകത്തിൽ നിന്ന് മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന മറ്റേതെങ്കിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നാട്ടിലാകെ ചർച്ചയായി. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണുകൾ ഒരു കള്ളനിലൂടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് ആരും തന്നെ അറിഞ്ഞില്ല. സിസ്റ്റർ അഭയ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച അതേ പോലീസ് ഉദ്യോഗസ്ഥന് തന്നെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നത് ദൈവത്തിൻ്റെ ശിക്ഷയായി പലരും ഇന്നും വിശ്വസിക്കുന്നു. 28 വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ പുറത്തു വന്ന സത്യം മതം, രാഷ്ട്രീയം, ഭരണ സംവിധാനങ്ങൾ എന്നിവയുടെ എല്ലാം തനി നിറം തുറന്നു കാട്ടുന്നതായിരുന്നു. നീതിക്കായി ഒരു സാധാരണക്കാരൻ എത്രത്തോളം പോരാടേണ്ടതുണ്ടെന്നും ഈ സംഭവം വരച്ചു കാട്ടി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയതും വിവാദപരവുമായ അന്വേഷണങ്ങളിലൊന്നായ സിസ്റ്റർ അഭയ കേസിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് ടെല്ലിംഗ് ഹിസ്റ്ററിയിലൂടെ പരിശോധിക്കുന്നത്. ഈ വീഡിയോക്കൊരു ലൈക്ക് തന്ന് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ബീന തോമസ് എന്നായിരുന്നു സിസ്റ്റർ അഭയുടെ യഥാർത്ഥ പേര്. 1971 ഫെബ്രുവരി 26 കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമമായ അരീക്കലിൽ ഒരു ജ്ഞാനായ കത്തോലിക്ക കുടുംബത്തിൽ അരീക്കൽ തോമസിൻ്റെയും ലീലാമ്മയുടെയും രണ്ടാമത്തെ മകളായിട്ടായിരുന്നു അവൾ ജനിച്ചത്. ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു അവളുടെ ജീവിതം. പഠിക്കാൻ മിടുക്കിയായിരുന്നു അവൾ. എന്നാൽ ദരിദ്രരായ മാതാപിതാക്കൾക്ക് അവളുടെ പഠിക്കാനുള്ള ആഗ്രഹം പോലും നേരെ ചൊവ്വേ നിറവേറ്റി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ അവൾക്ക് തുടർ പഠനത്തിനോ ആഹാരത്തിനോ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കുന്നതിനോ കഴിയാത്ത ഒരു ജീവിത സാഹചര്യമായിരുന്നു. അടച്ചുറപ്പില്ലാത്ത ആ വീട്ടിൽ നരകതുല്യമായി കഴിയുന്നതിനേക്കാൾ തങ്ങളുടെ മകളെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് നിന്ന് പഠിക്കുന്നതിനും ദൈവത്തിൻ്റെ മകളായി ദൈവിക ശുശ്രൂഷ നടത്തി ജീവിക്കുന്നതിനും അവളെ ഒരു കന്യാസ്ത്രീ മഠത്തിൽ ചേർക്കാൻ മാതാപിതാക്കൾ തീരുമാനിക്കുന്നു. ജീവിത സാഹചര്യത്താൽ അവൾക്കും അത് ഇഷ്ടമായിരുന്നു. കോട്ടയത്തെ സെൻറ്റ് പയസ് 10th കോൺവെൻറ്റിൽ അവൾ ചേർന്നു. അവിടെ വച്ചാണ് കന്യാസ്ത്രീയാകാനുള്ള പ്രാഥമിക പരിശീലനമായ പോസ്റ്റലൻസി ആരംഭിക്കുന്നത്. ഒരു പെൺകുട്ടി കന്യാസ്ത്രീയാകുമ്പോൾ പുതിയൊരു ആത്മീയ നാമം നൽകുക എന്നത് മതപരമായ ഒരു ആചാരമാണ്. അങ്ങനെയാണ് കോൺവെന്റ് അധികൃതർ അവിടെ അഭയമായി എത്തിയ അവൾക്ക് അഭയ എന്ന പേര് നൽകുന്നത്. സെൻറ്റ് പയസ് 10th കോൺവെന്റിൽ കന്യാസ്ത്രീ പരിശീലനത്തിലായിരുന്ന അവൾ അതോടൊപ്പം കോട്ടയം BCM കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുകയും ചെയ്തിരുന്നു. അച്ചടക്കവും അനുസരണയുമുള്ള ഒരു സാധു പെൺകുട്ടിയായിരുന്നു അഭയ എന്നാണ് അധ്യാപകരും സഹപാഠികളും പറഞ്ഞിരുന്നത്. സ്വന്തം ജീവിതം താൻ എന്തിനു വേണ്ടിയാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന അവൾ കോൺവെന്റിലെ നിയമങ്ങളും വളരെ കർശനമായി പാലിച്ചിരുന്നു. 20 കന്യാസ്ത്രീകളടക്കം 123 യുവതികൾ താമസിച്ചിരുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലാണ് സെൻറ്റ് പയസ് 10th കോൺവെന്റിൻ്റെ കോമ്പൗണ്ടിൽ പ്രവർത്തിച്ചിരുന്നത്. സഭാവസ്ത്രമിട്ട് ഏതാണ്ട് 2 വർഷം തികയുന്നു. 1992 മാർച്ച് 26 രാത്രി പതിപോലെ പഠനത്തിനും കോൺവെന്റിലെ മറ്റു കാര്യങ്ങളിലും മുഴുകിയിരിക്കുകയായിരുന്നു സിസ്റ്റർ അഭയ. എല്ലാം തികച്ച് സാധാരണമായിരുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ ആ കോൺവെന്റിൻ്റെ ചുവരുകൾക്കുള്ളിൽ തൻ്റെ ജീവൻ കൊണ്ട് ചരിത്രത്തിൽ ഇരുണ്ട അധ്യായമായി രേഖപ്പെടുത്താൻ പോകുന്ന ഒരു ഭയാനക കാഴ്ച അവൾക്കായി കാത്തിരിപ്പുണ്ടെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പരീക്ഷ അടുത്തിരുന്നതിനാൽ തന്നെ സിസ്റ്റർ അഭയ പുലർച്ചെ തന്നെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നത് പതിവാണ്. തൻ്റെ റൂംമേറ്റായ സിസ്റ്റർ ഷേർലിയും അതുപോലെ പുലർച്ചെ പഠിക്കുന്നതിനായി എഴുന്നേൽക്കുമായിരുന്നതിനാൽ പുലർച്ചെ 4 മണിക്ക് അലാറം കേൾക്കുമ്പോൾ അഥവാ ഞാൻ ഉറക്കത്തിലായിരുന്നാൽ തന്നെ ഒന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കണമെന്ന് ഷേർലിയോട് പറഞ്ഞിട്ടായിരുന്നു സിസ്റ്റർ അഭയ ഉറങ്ങാൻ കിടന്നത്. പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കാത്ത 1992 മാർച്ച് 27 വെള്ളിയാഴ്ച പുലർച്ചെ വരാനിരിക്കുന്ന വലിയൊരു അനിഷ്ട സംഭവത്തിൻ്റെ സൂചനയെന്നോണം കോൺവെന്റിനുള്ളിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു.
പതിവ് പോലെ പുലർച്ചെ 4 മണിക്ക് തന്നെ സിസ്റ്റർ അഭയ ഉണർന്നു. പരീക്ഷകൾ അടുത്തിരുന്നതിനാൽ തന്നെ അത് രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നത് അവളുടെ ഒരു ശീലമായിരുന്നു. അന്നും അവൾ ആ പതിവ് തെറ്റിച്ചില്ല. കുറച്ചു നേരം പഠിച്ചതിന് ശേഷം ദാഹിച്ചപ്പോൾ വെള്ളമെടുക്കുന്നതിനായി ഹോസ്റ്റൽ മുറിയിൽ നിന്ന് അവൾ അടുക്കളയിലേക്ക് നടന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം നേരം പുലർന്നപ്പോൾ പതിവ് പോലെ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായി താഴെ മെസ്സിലേക്ക് വരുന്നു. അപ്പോൾ അവർ അവിടെ കണ്ട കാഴ്ച പതിവിന് വിരുദ്ധമായി കന്യാസ്ത്രീകൾ ഭയത്തോടും വേവലാതിയോടും പരക്കം പാഞ്ഞു നടക്കുന്നതായിരുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. പക്ഷേ എന്താണ് സംഭവമെന്ന് വ്യക്തമല്ല. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ആ കോൺവെൻറ്റിലെ മറ്റു കുട്ടികളും സിസ്റ്റർ അഭയെ കാണുവാനില്ല എന്ന വിവരം അറിയുന്നത്. അപ്പോഴാണ് അടുക്കളയ്ക്ക് സമീപമുള്ള കിണറ്റിൽ ഒരു കന്യാസ്ത്രീ സംശയാസ്പദമായി എന്തോ ഒന്ന് കണ്ടത്. വെള്ളമെടുക്കുന്നതിനായി ബക്കറ്റ് താഴേക്കിട്ടപ്പോൾ ആ കോൺവെൻറ്റിലെ കിണറ്റിൽ ഒരു മൃതദേഹം കിടക്കുന്നത് അവർ കണ്ടു. അത് സിസ്റ്റർ അഭയുടേതായിരുന്നു. അന്നേ ദിവസം രാവിലെ 7:30 സെൻറ്റ് പൈൻസ് 10th കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് അഭയുടെ വീടിനടുത്തുള്ള അരീക്കര പള്ളിയിൽ വിളിച്ച് സിസ്റ്റർ അഭയെ കാണുവാനില്ല എന്നൊരു വിവരം അറിയിക്കുന്നു. ഉടനെ തന്നെ അരീക്കര പള്ളിയിലെ വികാരി വീട്ടിലേക്ക് ചെന്ന് സിസ്റ്റർ അഭയുടെ അച്ഛനോട് വിവരം പറഞ്ഞ് അദ്ദേഹത്തെ ആ കോൺവെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പോഴും ആ അച്ഛന് തൻ്റെ മകൾ കാണുവാനില്ല എന്ന വിവരം മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഏതാണ്ട് ഒരു 10-10:30 ആകുന്ന സമയത്ത് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും വണ്ടികൾ വലിയ ഉച്ചത്തിൽ സൈറനൊക്കെ മുഴക്കിക്കൊണ്ട് ആ സെൻറ്റ് പൈൻസ് 10th കോൺവെൻറ്റിനുള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് തൻ്റെ മകൾക്ക് എന്തോ ഒരു അനിഷ്ട സംഭവം സംഭവിച്ചിട്ടുണ്ടെന്ന് ആ അച്ഛന് മനസ്സിലാകുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ കോൺവെൻറ്റിലെ കിണറ്റിലേക്ക് ഇറങ്ങി സിസ്റ്റർ അഭയുടെ മൃതദേഹം പുറത്തേക്കെടുക്കുന്നു. തുടർന്ന് പോലീസ് ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നു. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ASI VV അഗസ്റ്റിനായിരുന്നു ഈ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ഒരു പ്രധാന സാക്ഷിയായിരുന്നു സിസ്റ്റർ അഭയുടെ റൂംമേറ്റായിരുന്ന സിസ്റ്റർ ഷേർലി. സിസ്റ്റർ ഷേർലി ഇതിൽ ആദ്യം നൽകിയ മൊഴി ഇങ്ങനെയായിരുന്നു. പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പരീക്ഷ അടുത്തിരുന്നതിനാൽ താനും സിസ്റ്റർ അഭയും പുലർച്ചെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നത് പതിവാണ്. അന്ന് പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റപ്പോൾ സിസ്റ്റർ അഭയെയും വിളിച്ചെഴുന്നേൽപ്പിച്ചിരുന്നു. അങ്ങനെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന സമയത്ത് ഉറക്കം വരാതിരിക്കാൻ മുഖം കഴുകുന്നതിനും കുടിക്കുന്നതിനുമായി ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളം എടുക്കാൻ പോകുന്നത് പതിവാണ്. അന്ന് 1992 മാർച്ച് 27 വെള്ളിയാഴ്ച പുലർച്ചെ അത്തരത്തിൽ ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുക്കാൻ പോയത് സിസ്റ്റർ അഭയ ആയിരുന്നു. കുറച്ച് സമയത്തിനകം പുലർച്ചയുടെ ആ നിശബ്ദതയിൽ താഴെ നിന്നും ചെറിയ ശബ്ദങ്ങൾ കേട്ടു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും സിസ്റ്റർ അഭയ തിരിച്ചു വരാത്തതിനാൽ സിസ്റ്റർ അഭയെ അന്വേഷിച്ചു പോയപ്പോൾ അടുക്കളയിലെ ഫ്രിഡ്ജിൻ്റെ വാതിൽ ഭാഗികമായി തുറന്നു കിടക്കുകയും തറയിൽ ഫ്രിഡ്ജിൻ്റെ അടിയിലേക്ക് ഉരുണ്ടുപോയ നിലയിൽ ഒരു കുപ്പി വെള്ളം കിടക്കുകയും ഫ്രിഡ്ജിൽ നിന്നും അല്പം മാറി വാതിലിനോട് ചേർന്ന് കന്യാസ്ത്രീകൾ തിരുവസ്ത്രത്തിൻ്റെ ഭാഗമായി തലയിലിടാറുള്ള സിസ്റ്റർ അഭയുടെ ശിരോവസ്ത്രം അവിടെ കിടക്കുന്നതും കണ്ടു എന്നായിരുന്നു സിസ്റ്റർ ഷേർലിയുടെ മൊഴി. ഈ മൊഴി ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു പോലീസുകാർക്ക് അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞ തെളിവുകളും. സിസ്റ്റർ ഷേർലി പറഞ്ഞതുപോലെ പൂർണ്ണമായി അടയ്ക്കാത്ത ഫ്രിഡ്ജും തറയിൽ വീണു കിടക്കുന്ന വാട്ടർ ബോട്ടിലും സിസ്റ്റർ അഭയുടെ തലയിലുണ്ടായിരുന്ന ശിരോവസ്ത്രവും ആ അടുക്കളയിൽ പോലീസ് കണ്ടെത്തി. മാത്രമല്ല ആ സംഭവ സ്ഥലത്ത് നിന്ന് നിർണായകമായ മറ്റ് തെളിവുകളും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. അടുക്കളയിൽ ചാരി വച്ചിരിക്കുന്ന സംശയാസ്പദമായ ഒരു കോടാലി, പിന്നെ സിസ്റ്റർ അഭയുടെ ഒരു ചെരുപ്പ് അടുക്കളയിലും മറ്റൊരു ചെരുപ്പ് കിണറ്റിൻ കരയിലുമാണ് കിടന്നിരുന്നത്. ഇത്തരം തെളിവുകൾ ശക്തമായി ചൂണ്ടിക്കാട്ടുന്നത് ഇതൊരു കൊലപാതകം തന്നെയാണ് എന്ന് തന്നെയായിരുന്നു. ഈ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ അന്ന് ASI VV അഗസ്റ്റിനെ തെളിവെടുപ്പുകളിലൊക്കെ സഹായിച്ചിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ ജോൺ സ്കറിയ, TN നസീർ, സേവ്യർ എന്നീ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തലും ഇതൊരു കൊലപാതകമാണ് എന്ന് തന്നെയായിരുന്നു. തുടർ നടപടിക്രമങ്ങളുടെ ഭാഗമായി സിസ്റ്റർ അഭയുടെ മൃതദേഹത്തിൻ്റെ ഫോട്ടോകൾ എടുക്കുകയും വസ്ത്രങ്ങൾ പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇനി ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി അയക്കണം. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കണമെങ്കിൽ സംഭവസ്ഥലത്തെ തെളിവെടുപ്പിന് ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത തെളിവുകളെല്ലാം കൃത്യമായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് ഒപ്പിടണം. അങ്ങനെ ജോൺ സ്കറിയ, TN നസീർ, സേവ്യർ എന്നീ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ചെക്ക് ചെയ്ത് ഒപ്പിട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും മുൻ പോലീസ് സർജനുമായ ഡോക്ടർ C രാധാകൃഷ്ണനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആ പോസ്റ്റ്മോർട്ടത്തിൽ വളരെ സംശയാസ്പദമായ ചില വിവരങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. അഭയുടെ വലതു തോളിലും ഇടുപ്പിലും പോറലുകളുണ്ട്.
വലത് ചെവിക്ക് മുകളിലായി 2 ചെറിയ മുറിവുകൾ. തലയിൽ ഇരുമ്പ് പോലുള്ള എന്തെങ്കിലും കൊണ്ട് ശക്തമായി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്ഷതം തലയൊട്ടിൽ പൊട്ടലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരിക്കലും വീഴ്ച മൂലമുള്ളതല്ല. കൂടാതെ കൈകളിലും കാലുകളിലും ബലപ്രയോഗം നടത്തിയതിൻ്റെ ലക്ഷണങ്ങളുമുണ്ടായിരുന്നു. എന്നാൽ ലൈംഗികാതിക്രമം നടന്നിട്ടുമില്ല. എന്നാൽ മരണകാരണം മുങ്ങിമരണമാണ് എന്നായിരുന്നു അതിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇത് മുങ്ങിമരണത്തിൻ്റെ ലക്ഷണമല്ലെന്നും മരണാസന്നമായ നിലയിലോ മരണം സംഭവിച്ച ശേഷമോ കിണറ്റിലേക്ക് സിസ്റ്റർ അഭയെ ഇട്ടതായിരിക്കാമെന്ന് ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ വി കന്ദസ്വാമി സാക്ഷ്യപ്പെടുത്തി. അതിനായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ച തെളിവുകൾ സിസ്റ്റർ അഭയുടെ വയറ്റിനുള്ളിൽ 2 ഗ്ലാസ് വെള്ളം പോലും തികച്ചുണ്ടായിരുന്നില്ല. അതായത് 300-നും 375 മില്ലിക്കുള്ളിൽ മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. അവളുടെ ശ്വാസകോശത്തിൽ വെള്ളമോ ചെളിയോ ദ്രാവകമോ ഇല്ലായിരുന്നു. മാത്രമല്ല, ജീവനുള്ള ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുമ്പോൾ പ്രാണൻ പോകുന്ന സമയത്ത് കൈമുഷ്ടികൾ ചുരുട്ടി പിടിക്കാറുണ്ട്. എന്നാൽ ആ ലക്ഷണവും സിസ്റ്റർ അഭയുടെ ബോഡിയിൽ ഉണ്ടായിരുന്നില്ല. അതിനർത്ഥം കൊല്ലപ്പെട്ടതിന് ശേഷമോ മരണാസന്നമായ നിലയിലോ ആണ് സിസ്റ്റർ അഭയ കിണറ്റിലേക്ക് എറിയപ്പെട്ടിരിക്കുന്നത്. ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൻ്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയും പിന്നീട് നടന്ന ഫോറൻസിക്കിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന കേസിന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടതാണ്. എന്നാൽ ഇവിടെ നടന്നത് നേരെ തിരിച്ചായിരുന്നു. സഭയുടെ സ്വാധീനം തുടക്കം മുതലേ ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമം തുടങ്ങിയിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ അതേ ASI VV അഗസ്റ്റിൻ സംഭവസ്ഥലത്തെ മുഴുവൻ തെളിവുകളും രേഖപ്പെടുത്തിയ ആ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നശിപ്പിക്കുകയും അതിനു പകരം പ്രധാന തെളിവുകളെല്ലാം ഒഴിവാക്കിയും അഭയുടെ റൂംമേറ്റായിരുന്ന സിസ്റ്റർ ഷേർലി നൽകിയ മൊഴിയിൽ കൃത്രിമം കാണിച്ചും സിസ്റ്റർ അഭയുടെ ബോഡി കിണറ്റിൽ നിന്നും കരക്കെത്തിച്ച ഫയർമാൻ ഗോപിനാഥ പിള്ളയുടെ മൊഴിയിൽ നിന്നുമൊക്കെ വിരുദ്ധമായി ഒരു വ്യാജ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. അഭയുടെ മരണം ഒരു ആത്മഹത്യയായി വരുത്തി തീർക്കാനായിരുന്നു ക്രൈംബ്രാഞ്ച് DSP KT മൈക്കിളിൻ്റെ നിർദ്ദേശപ്രകാരം ASI VV അഗസ്റ്റിൻ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നശിപ്പിച്ച് വ്യാജ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇത്തരം ഇടപെടലുകൾ പിന്നീട് നടന്ന CBI അന്വേഷണത്തിൽ വ്യക്തമായി വരുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിൽ പോസ്റ്റുള്ള DSP KT മൈക്കിൾ കോട്ടയം വെസ്റ്റ് പോലീസ് പരിധിയിലുള്ള പോലീസ് കൈകാര്യം ചെയ്യേണ്ട ലോ ആൻഡ് ഓർഡർ വിഷയത്തിൽ അനൗദ്യോഗികമായി കടന്നുകയറി തെളിവ് നശിപ്പിക്കലിന് നേതൃത്വം നൽകി എന്നതാണ് മറ്റൊരു കാര്യം. കോട്ടയം ലോക്കൽ പോലീസ് 17 ദിവസമാണ് ഈ കേസ് അന്വേഷിച്ചത്. തുടക്കത്തിൽ തന്നെ ഇതൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യാനായിരുന്നു പോലീസ് ശ്രമിച്ചിരുന്നത്. സിസ്റ്റർ അഭയ കടുത്ത വിഷാദത്തിലായിരുന്നുവെന്നും സ്വന്തം ഇഷ്ടപ്രകാരം കിണറ്റിൽ ചാടിയതാണെന്നായിരുന്നു പോലീസിൻ്റെ വാദം. എന്നാൽ പോലീസിൻ്റെ ആ വാദം വിശ്വസിക്കാൻ നാട്ടുകാരും സഭയിലെ ഒരു വിഭാഗം വിശ്വാസികളും തയ്യാറായില്ല. ജ്ഞാനായ സഭയിലെ ഒരംഗം തന്നെയായ അന്ന് 24 വയസ്സുകാരനായ ജോമോൻ പുത്തമ്പുര കൺവീനറായും അന്നത്തെ കോട്ടയം നഗരസഭയുടെ ചെയർമാനായിട്ടുള്ള ചെറിയാൻ മടുങ്കണ്ണി പ്രസിഡന്റായും പ്രദേശത്തെ പ്രമുഖരായവരെയെല്ലാം അണിനിരത്തി ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജ്ഞാനായ കത്തോലിക്ക സഭയ്ക്കെതിരെ വലിയ ജനപിന്തുണയുള്ള വലിയൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. കിണറ്റിൻകരയിലും അടുക്കളയിലുമായി കിടക്കുന്ന അഭയുടെ ചെരുപ്പുകൾ, അടുക്കളയിൽ കിടക്കുന്ന ശിരോവസ്ത്രം, അടുക്കളയിൽ കിടക്കുന്ന കോടാലി, തുറന്നു കിടക്കുന്ന ഫ്രിഡ്ജും തറയിൽ കിടക്കുന്ന ഒരു കുപ്പി വെള്ളവും, ഇത്രയും പ്രാഥമിക തെളിവുകൾ ഉണ്ടായിട്ടും സിസ്റ്റർ അഭയുടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർത്ത് കേസ് അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലീസിൻ്റെ അന്വേഷണം തെറ്റായ ദിശയിലാണെന്നും കേസ് അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞുവെന്നും മനസ്സിലാക്കിയ ജോമോൻ പുത്തമ്പുരയ്ക്കലിൻ്റെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കൗൺസിൽ കോട്ടയം ഗാന്ധി സ്ക്വയറിന് മുന്നിൽ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുകയും ആക്ഷൻ കൗൺസിലിനൊപ്പം സഭയിലെ 67 കന്യാസ്ത്രീകളും ഈ കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഇതൊരു കൊലപാതകമായി കണ്ട് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം നൽകി. ഈ ആക്ഷൻ കൗൺസിൽ നടത്തിയ സമ്മർദ്ദത്തെ തുടർന്ന് അന്ന് സർക്കാർ ഈ കേസ് 1992 ഏപ്രിൽ 7-ന് ലോക്കൽ പോലീസിൽ നിന്നും മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ഏകദേശം 9.5 മാസം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച ശേഷം 1993 ജനുവരി 30-ന് ക്രൈംബ്രാഞ്ച് തങ്ങളുടെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ അതിലും സിസ്റ്റർ അഭയ ജീവനൊടുക്കിയതാണ് എന്ന പോലീസിൻ്റെ ആ പഴയ വാദം തന്നെയായിരുന്നു അവർ ആവർത്തിച്ചത്. എന്നാൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ക്രൈംബ്രാഞ്ചിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു. യഥാർത്ഥ സത്യം പുറത്തു വരാതിരിക്കാൻ അവർ തെളിവുകൾ നശിപ്പിച്ചുവെന്നും സഭയുടെ സ്വാധീനത്താൽ ബോധപൂർവം അന്വേഷണം അട്ടിമറിക്കുന്നുവെന്നും ആരോപിക്കപ്പെട്ടു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ DSP KT മൈക്കിളിൻ്റെ സാന്നിധ്യവും ഇടപെടലും ഗൂഢാലോചനയുമാണ് ഈ അന്വേഷണങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുന്നതെന്ന് ആക്ഷൻ കൗൺസിൽ കൺവീനർ ജോമോൻ പുത്തമ്പുരയ്ക്കൽ പലവട്ടം ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഇതോടെ ഈ കേസ് കൂടുതൽ വലിയ വിവാദമായി മാറി.
ജോമോൻ പുത്തമ്പുരയ്ക്കലും കോട്ടയത്തെ ഗാന്ധിയൻ എന്നറിയപ്പെടുന്ന KE മാമനും ചേർന്ന് സിസ്റ്റർ അഭയ കേസ് CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തി അന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരന് ഒരു ഭീമ ഹർജി നൽകുന്നു. അങ്ങനെയാണ് ഈ കേസ് CBI അന്വേഷിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. 1993 മാർച്ച് 29-ന് ഈ കേസ് ഔദ്യോഗികമായി CBIക്ക് കൈമാറുകയും കേരളത്തിലെ പല പ്രസിദ്ധ കേസുകളും തെളിയിച്ച DOSP വർഗീസ് P തോമസ് അന്വേഷണ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. കോട്ടയത്തെ പോലീസ് ക്ലബ്ബിൽ ക്യാമ്പ് ചെയ്തിട്ടായിരുന്നു അന്ന് അദ്ദേഹം അന്വേഷണം നടത്തിയിരുന്നതും ബന്ധപ്പെട്ടവരുടെ മൊഴികൾ എടുത്തിരുന്നതും. വളരെ കർക്കശമായിട്ടായിരുന്നു DSP വർഗീസ് P തോമസ് ഈ കേസ് അന്വേഷിച്ചിരുന്നതും തെളിവുകൾ ശേഖരിച്ചിരുന്നതും. മുമ്പ് അന്വേഷിച്ച പോലീസും ക്രൈംബ്രാഞ്ചും ഏതാണ്ട് തെളിവുകളെല്ലാം നശിപ്പിച്ച് തേച്ചു മായ്ച്ച് കളഞ്ഞ കേസാണ് CBIയിലെ DSP വർഗീസ് P തോമസ് സിസ്റ്റർ അഭയുടേത് ഒരു കൊലപാതകമാണെന്ന് കണ്ടെത്തിയത്. അത് അദ്ദേഹം കേസ് ഡയറിയിൽ സാഹചര്യ തെളിവുകൾ സഹിതം വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ വെറും 9 മാസം മാത്രമേ തൻ്റെ അന്വേഷണ സംഘത്തെ സമാധാനത്തോടെ നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ. അന്ന് CBIയുടെ കൊച്ചി യൂണിറ്റിലെ സൂപ്രണ്ടായിരുന്ന B ത്യാഗരാജനായിരുന്നു DSP വർഗീസ് P തോമസിൻ്റെ സുപ്പീരിയർ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഓഫീസർ. ആ അധികാരം വച്ചുകൊണ്ട് അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനായ DSP വർഗീസ് P തോമസിനോട് കേസ് ഡയറി തിരുത്തണമെന്നും സിസ്റ്റർ അഭയ ആത്മഹത്യ ചെയ്തതാണെന്നുള്ള റിപ്പോർട്ട് തന്ന് കേസ് അവസാനിപ്പിക്കുന്നതിനും സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി. എന്നാൽ അതിനൊന്നും വഴങ്ങാൻ DSP വർഗീസ് P തോമസ് തയ്യാറായിരുന്നില്ല. സുപ്പീരിയർ ഓഫീസറിൻ്റെ ഇംഗിതത്തിന് വഴങ്ങാത്തതിൻ്റെ പേരിൽ മാനസിക പീഡനങ്ങളും സ്ഥലം മാറ്റൽ, ഡീഗ്രേഡിംഗ് പോലുള്ള ഭീഷണികൾ അദ്ദേഹം നിരന്തരം നേരിടാൻ തുടങ്ങി. അത്തരത്തിലുള്ള ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങുന്നതിനേക്കാൾ നല്ലത് ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതാണെന്ന് സത്യസന്ധനായ CBI അന്വേഷണ ഉദ്യോഗസ്ഥൻ DSP വർഗീസ് P തോമസ് തീരുമാനിക്കുന്നു. 1993 ഡിസംബർ 30-ന് CBI ഉദ്യോഗസ്ഥനായ വർഗീസ് P തോമസ് തൻ്റെ ജോലി രാജിവെച്ചു. റിട്ടയർഡാകാൻ ഇനിയും 10 വർഷം കിടക്കെയാണ് അദ്ദേഹം ജോലി ഉപേക്ഷിച്ചത്. എന്നാൽ അദ്ദേഹം വെറുതെ കൈവീശി പോകാൻ തയ്യാറായില്ല. മൂടപ്പെടുന്ന സത്യങ്ങളുടെയും നിഷേധിക്കപ്പെടുന്ന നീതിയെയും കുറിച്ച് പൊതുജനങ്ങളോട് വിളിച്ചു പറയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം രാജിവെച്ച് 20 ദിവസത്തിനുള്ളിൽ തന്നെ 1994 ജനുവരി 19-ന് അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തു. അവിടെ വച്ച് മാധ്യമങ്ങളെയും ജനങ്ങളെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തി. പത്രസമ്മേളനത്തിൽ വർഗീസ് P തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞത് സിസ്റ്റർ അഭയുടെ മരണം ഒരു ആത്മഹത്യയല്ല, അതൊരു കൊലപാതകമാണ് എന്ന് തന്നെയാണ്. ഈ കേസ് ഒരു ആത്മഹത്യയാണെന്ന് റിപ്പോർട്ട് എഴുതിത്തള്ളാൻ തൻ്റെ ഉദ്യോഗസ്ഥൻ തന്നോട് സമ്മർദ്ദം ചെലുത്തിയതുകൊണ്ട് മാത്രമാണ് താൻ ജോലി രാജിവെക്കേണ്ടി വന്നതെന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സിസ്റ്റർ അഭയ കേസ് അന്വേഷിക്കുന്ന സമയത്ത് എല്ലാ തെളിവുകളും വിരൽ ചൂണ്ടുന്നത് കൊലപാതകത്തിലേക്കായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥനായ വർഗീസ് P തോമസ് വ്യക്തമാക്കി. ഈ പത്രസമ്മേളനത്തിന് ശേഷം സിസ്റ്റർ അഭയ കേസ് ഇന്ത്യയൊട്ടാകെയുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. മാത്രമല്ല പാർലമെൻറ്റിൻ്റെയും കേരള നിയമസഭയിലും ഇതിനെ ചൊല്ലി വലിയ ചർച്ചകൾ തന്നെ നടന്നു. CBIയുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് ഈ സംഭവം മാറി. സിസ്റ്റർ അഭയയ്ക്ക് നീതി ലഭിക്കുന്നതിനായി പോരാടുന്ന ആക്ഷൻ കൗൺസിൽ കൺവീനർ ജോമോൻ പുത്തമ്പുരയ്ക്കലും വെറുതെ ഇരുന്നില്ല. കേസ് നേർവഴിക്ക് കൊണ്ടുപോയ സത്യസന്ധനായ CBI അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയും സമ്മർദ്ദത്തിലാഴ്ത്തുകയും ചെയ്ത CBIയുടെ കൊച്ചി യൂണിറ്റിലെ സൂപ്രണ്ടായിരുന്ന B ത്യാഗരാജനെ ആ സുപ്പീരിയർ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. മാത്രമല്ല ജോമോൻ പുത്തമ്പുരയ്ക്കലിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ അന്നത്തെ MPമാർ ഒപ്പിട്ട ഒരു നിവേദനം പ്രധാനമന്ത്രിക്കും കൊടുത്തു. അവിടം കൊണ്ട് നിന്നില്ല, 3 MPമാരെ കൂട്ടി അന്നത്തെ CBI ഡയറക്ടർ K വിജയരാമ റാവുവിനെ പോയി കണ്ട് ഈ ആവശ്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായി CBIയുടെ കൊച്ചി യൂണിറ്റിൻ്റെ തലവനായ B ത്യാഗരാജനെ കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റുന്നു. പകരം അവിടെ പുതിയൊരു ഓഫീസർ വരുന്നു. പിന്നെ CBIക്ക് തങ്ങളുടെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കേണ്ടി വന്നു. 1995 ഏപ്രിൽ 7-ന് CBI ഒരു ഡമ്മി പരീക്ഷണം നടത്തി. അന്വേഷണ സംഘം സിസ്റ്റർ അഭയുടെ അതേ വലിപ്പത്തിലുള്ള ഒരു ഡമ്മി നിർമ്മിക്കുകയും അത് ആ കിണറ്റിലേക്ക് തന്നെ ഇട്ട് പരിശോധിക്കുകയും ചെയ്തു. അബദ്ധത്തിൽ കിണറ്റിൽ വീണതാണെങ്കിൽ ശരീരത്തിൽ എവിടെയെല്ലാം എങ്ങനെയുള്ള പരിക്കുകൾ ഏൽക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഈ പരീക്ഷണം നടത്തിയത്. എന്നാൽ ഈ പരീക്ഷണത്തിന് ശേഷവും കേസിൽ പൂർണ്ണമായ ഒരു വ്യക്തത വന്നിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയും ഡമ്മി പരീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഫോറൻസിക് വിദഗ്ധർ CBIക്ക് ഒരു ഔദ്യോഗിക റിപ്പോർട്ട് നൽകി. അതിൽ പറഞ്ഞിരിക്കുന്നത്
ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നായിരുന്നു. ഇതിനുശേഷം കൊലയാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് CBI പ്രഖ്യാപിച്ചു. എന്നാൽ അറസ്റ്റ് നടക്കുന്നതിന് പകരം കേസ് വീണ്ടും അനിശ്ചിതത്വത്തിലേക്കാകുകയാണ് ചെയ്തത്. 3 വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ 1996 CBI തങ്ങളുടെ ആദ്യത്തെ ഔദ്യോഗിക റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ഇതൊരു ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന് തെളിയിക്കാൻ പ്രാപ്തമായ യാതൊരു തെളിവും തങ്ങളുടെ പക്കൽ ഇല്ലെന്നായിരുന്നു ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. വ്യക്തതയില്ലാത്ത ഈ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചതേയില്ല. തുടർന്ന് പുതിയൊരു CBI അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. DOSP RK അഗർവാളാണ് പുതിയ സംഘത്തിൻ്റെ ചുമതലയേറ്റത്. തുടക്കം മുതലേ തന്നെ കർശനമായ നിലപാടുകളിലൂടെയാണ് ഈ സംഘം പ്രവർത്തിച്ചത്. ഏറ്റവും കൂടുതൽ സൂചനകൾ നൽകാൻ കഴിയുന്നത് ഫോറൻസിക് അന്വേഷണത്തിലായതിനാൽ അവർ ആദ്യം തന്നെ അത് പുനരാരംഭിച്ചു. സിസ്റ്റർ അഭയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ, ശരീരത്തിലെ മുറിവുകൾ, കിണറ്റിൻ്റെ ഘടന എന്നിവയെല്ലാം അവർ എല്ലാ കോണുകളിൽ നിന്നും വീണ്ടും പരിശോധിച്ചു. സിസ്റ്റർ അഭയുടെ ശരീരത്തിൽ കണ്ടെത്തിയ മുറിവുകൾ സ്വയം കിണറ്റിലേക്ക് ചാടുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന മുറിവുകളുമായി യാതൊരു വിധത്തിലും പൊരുത്തപ്പെടുന്നില്ല എന്നായിരുന്നു ഫോറൻസിക് ഡോക്ടർമാരുടെ പാനലുകൾ കണ്ടെത്തിയത്. തലയിൽ ശക്തമായി എന്തോ വസ്തു കൊണ്ട് അടിച്ചതിൻ്റെ ലക്ഷണങ്ങളും കണ്ടെത്തിയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ആ മുറിവുകൾ അബദ്ധത്തിൽ സംഭവിച്ചതല്ല എന്ന് തന്നെയാണ്. ഡമ്മി പരീക്ഷണത്തിലും ശാസ്ത്രീയമായ പുനർനിർമ്മാണത്തിനും ശേഷം ശരീരത്തിലെ മുറിവുകൾ ഒരു അപകടത്തിലുണ്ടാകുന്ന പാറ്റേണുമായി സാമ്യമുള്ളതല്ല എന്ന് ഉറപ്പായി തുടങ്ങി. കോൺവെന്റിനുള്ളിലെ ഭൗതിക തെളിവുകൾ അന്വേഷണ സംഘം വീണ്ടും പരിശോധിക്കുകയും കോൺവെന്റിനുള്ളിലുള്ളവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിനെല്ലാമിടയിൽ വളരെ നിർണായകമായ ഒരു വിവരം അവർക്ക് ലഭിച്ചു. സിസ്റ്റർ അഭയെ പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോകൾ അവർ സൂക്ഷ്മമായി പരിശോധിക്കാൻ തുടങ്ങി. ആ കൃത്യമായ പരിശോധനയിലാണ് അഭയുടെ നഖങ്ങൾക്കിടയിലെ പോറലുകളും കഴുത്തിൻ്റെ ഇരുവശത്തുമുള്ള നഖപ്പാടുകളും അവർ വ്യക്തമായി കണ്ടത്. തന്നെ ആക്രമിച്ചവരിൽ നിന്നും അവൾ ജീവൻ രക്ഷിക്കാൻ അവൾ പൊരുതിയിരുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു സൂചനയായിരുന്നു അവ. ഈ മുറിവുകൾ വെറുതെ വെള്ളത്തിൽ വീണപ്പോൾ ഉണ്ടായതായിരുന്നില്ല, മറിച്ച് നടന്ന പിടിവലിയിൽ സംഭവിച്ചതായിരുന്നു. സിസ്റ്റർ അഭയുടെ മൃതദേഹത്തിൻ്റെ ചിത്രമെടുത്ത ഫോട്ടോഗ്രാഫർ വർഗീസ് ചാക്കോയും പിന്നീട് കോടതിയിൽ മൊഴി നൽകി. കഴുത്തിൽ നഖം കൊണ്ടുള്ള പാടുകൾ താൻ കണ്ടിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം അതൊന്നുമായിരുന്നില്ല. ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ നഖപ്പാടുകളെക്കുറിച്ച് യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ആ തെളിവുകൾ മറച്ചു വയ്ക്കുന്നത് പോലെ. എന്നാൽ ഫോട്ടോഗ്രാഫുകളിൽ അത് വ്യക്തമായി കാണാനും പറ്റും. സിസ്റ്റർ അഭയുടെ മരണം ഒരു അപകടമോ ആത്മഹത്യയോ അല്ല, മറിച്ച് അതൊരു കൊലപാതകം തന്നെയായിരുന്നു എന്ന് ഫോറൻസിക് തെളിവുകൾ പതുക്കെ തെളിയിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ 1999 രണ്ടാമത്തെ CBI സംഘം തങ്ങളുടെ ഔദ്യോഗിക റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ഈ റിപ്പോർട്ടിൽ അവർ അസന്നിഗ്ധമായി ഇങ്ങനെ എഴുതി വച്ചു: സിസ്റ്റർ അഭയുടെ മരണം കൃത്യമായും വ്യക്തമായും ഒരു കൊലപാതകമാണ്. എന്നാൽ അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പ്രതിയെ പോലും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ്. അതായത് സിസ്റ്റർ അഭയുടെ മരണത്തിന് ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയാണ് ഉത്തരവാദിയെന്ന് തെളിയിക്കാൻ തക്കവണ്ണമുള്ള ശക്തമായ തെളിവുകളൊന്നും അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഇക്കാരണത്താൽ തന്നെ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കേസ് അവസാനിപ്പിക്കാൻ CBI കോടതിയോട് അനുമതി നേടി. എന്നാൽ കോടതി ഈ റിപ്പോർട്ടും തള്ളിക്കളഞ്ഞു. ഇതൊരു കൊലപാതകമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുമ്പോൾ പ്രതിയെ കണ്ടെത്താതെ എങ്ങനെ കേസ് അവസാനിപ്പിക്കും എന്ന് ജഡ്ജി കർശനമായി ചോദിച്ചു. CBI കേസ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ആക്ഷൻ കൗൺസിൽ സ്ഥാപകനായ ജോമോൻ പുത്തമ്പുരയ്ക്കൽ വീണ്ടും ശബ്ദമുയർത്തിക്കൊണ്ടേയിരുന്നു. അഭയുടെ കുടുംബാംഗങ്ങളും മറ്റ് കന്യാസ്ത്രീകളും മാധ്യമങ്ങളും സാധാരണക്കാരുമെല്ലാം ചേർന്ന് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. യഥാർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ കേസിൻ്റെ തുടക്കം മുതലേ തെളിവ് നശിപ്പിക്കൽ നടത്തിയതുകൊണ്ട് മാത്രമായിരുന്നു സിസ്റ്റർ അഭയ കേസിന് അതുവരെയും ഒരു തുമ്പില്ലാണ്ട് പോയത്. എന്നാൽ നാട്ടിലെ ചിലയിടങ്ങളിൽ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടതുമായി ചില സംസാരങ്ങളുണ്ടായിരുന്നു. അത് ഒരു കള്ളൻ്റെ വാക്കുകളായിരുന്നു. അദ്ദേഹമായിരുന്നു അടയ്ക്ക രാജു. പലരുടെയും പറമ്പുകളിൽ നിന്ന് രാത്രി അടയ്ക്കയും അല്ലറച്ചില്ലറ മോഷണങ്ങൾ നടത്തുന്നതിനാലാണ് അദ്ദേഹത്തെ നാട്ടുകാർ അടയ്ക്ക രാജു എന്ന് വിളിച്ചിരുന്നത്. അദ്ദേഹം പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കോൺവെൻറ്റിൽ ആ കൊച്ചു കൊല്ലപ്പെട്ട ദിവസം അവിടെ വേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന വിവരം. ഓരോ തവണയും അന്വേഷണം തെളിവുകളുടെ അഭാവത്തിൽ വഴിമുട്ടുമ്പോഴും നാട്ടുകാരുടെ ഇടയിൽ സംസാരമായിരുന്നത് അടയ്ക്ക രാജുവിൻ്റെ ആ വാക്കുകളായിരുന്നു. മാത്രമല്ല, ആ കോൺവെൻറ്റിലെ പരിസരവാസികൾ മുമ്പും അസമയങ്ങളിൽ ആ കോൺവെൻറ്റിൽ പുരോഹിതന്മാരുടെ സാന്നിധ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് അടയ്ക്ക രാജുവിനെ കസ്റ്റഡിയിലെടുക്കുന്നു.
പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ അടയ്ക്ക രാജു കൃത്യമായി ഒരു കാര്യം പറഞ്ഞു. മുമ്പ് 2 തവണ താൻ ആ കോൺവെൻറ്റിൻ്റെ പറമ്പിൽ മോഷണം നടത്തിയിട്ടുണ്ട്. 1992 മാർച്ച് 27 വെള്ളിയാഴ്ച പുലർച്ചെ 3:30-നും 4:30-നും ഇടയിൽ താൻ ആ കോൺവെൻറ്റിൽ മോഷ്ടിക്കാൻ കയറി. ഇത്തവണ ഹോസ്റ്റലിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇടിമിന്നൽ രക്ഷാചാലകത്തിൻ്റെ കോപ്പർ പ്ലേറ്റുകൾ മോഷ്ടിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. അതിനായി മതിൽ ചാടിക്കടന്ന് പിൻവശത്തുകൂടി ആ ഹോസ്റ്റലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ആൾപ്പെരുമാറ്റമുള്ളതുപോലെ തനിക്ക് തോന്നി. ഉടനെ തന്നെ താൻ അവിടെ നിന്നിരുന്ന ഒരു കൊക്കോ മരത്തിൻ്റെ മറവിലേക്ക് ഒളിച്ചു നിന്നു. അപ്പോഴാണ് ഹോസ്റ്റലിൻ്റെ പിൻവശത്തുള്ള പടവുകളിലൂടെ 2 പുരുഷന്മാർ നടന്നു കയറുന്നത് താൻ ശ്രദ്ധിച്ചത്. അതിലൊരാൾ നേരത്തെ കണ്ടുപരിചയമുള്ള ഫാദർ തോമസ് കോട്ടൂരായിരുന്നു. രണ്ടാമത്തേത് അപരിചിതനായ മറ്റൊരാളും. ഇത്തരത്തിൽ അന്ന് പുലർച്ചെ ആളുകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ അന്ന് മോഷണം നടത്താതെ തിരികെ പോയി. എന്നാൽ അന്ന് നേരം പുലർന്ന് ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ കേൾക്കുന്ന വാർത്ത ആ കോൺവെൻറ്റ് ഹോസ്റ്റലിലെ കിണറ്റിൽ ഒരു കന്യാസ്ത്രീ മരിച്ചു കിടക്കുന്നു എന്നതാണ്. എന്നാൽ അടയ്ക്ക രാജുവിൻ്റെ ഈ മൊഴി കേട്ട പോലീസ് ക്രൈംബ്രാഞ്ച് സംഘങ്ങൾ ഈ കേസ് അടയ്ക്ക രാജുവിൻ്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു നോക്കിയത്. മോഷണ ശ്രമത്തിനിടെ അടയ്ക്ക രാജു സിസ്റ്റർ അഭയെ കാണുകയും കൊന്ന് കിണറ്റിലിടുകയും ചെയ്തു എന്ന് പോലീസ് മെനഞ്ഞെടുത്ത കഥ അടയ്ക്ക രാജുവിനെ കൊണ്ട് പറയിപ്പിക്കാനായിരുന്നു പോലീസ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ താൻ ചെയ്യാത്ത ഒരു കുറ്റം സമ്മതിക്കാൻ അടയ്ക്ക രാജു തയ്യാറായിരുന്നില്ല. അന്നത്തെ ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ASC തമ്പാൻ്റെ നേതൃത്വത്തിൽ കൊടിയ പീഡനങ്ങളാണ് അഴിച്ചുവിട്ടത്. ക്രൈംബ്രാഞ്ച് 58 ദിവസമാണ് രാജുവിനെ കസ്റ്റഡിയിൽ വച്ചത്. കുറ്റം സമ്മതിക്കാനായി ഓരോ ദിവസവും അയാളുടെ മേൽ അവർ കടുത്ത മർദ്ദനവും സമ്മർദ്ദവും ചെലുത്തിയിരുന്നു. ഏതൊരു സാധാരണക്കാരനും തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. എന്നാൽ രാജു തൻ്റെ മൊഴിയിൽ നിന്ന് 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ ഉറച്ചു നിന്നു. പിന്നെ പീഡനങ്ങൾ മാത്രമല്ല, പണത്തിൻ്റെ വലിയ പ്രലോഭനങ്ങളും അയാൾക്ക് മുന്നിലെത്തി. സാമുവൽ എന്ന പോലീസ് ഓഫീസർ രാജുവിനോട് പറഞ്ഞു, സിസ്റ്റർ അഭയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സമ്മതിച്ചാൽ കുടുംബത്തിന് ജോലി, വീട്, കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് 2 ലക്ഷം രൂപ എന്നിവയെല്ലാം വാഗ്ദാനം ചെയ്തു. അപ്പോഴാണ് പോലീസുകാർ ആർക്കു വേണ്ടി നന്നായി പണിയെടുക്കുന്നുണ്ടെന്ന കാര്യം രാജുവിന് മനസ്സിലായത്. എന്നാൽ ഒരു സമൂഹം കള്ളനെന്ന് മുദ്രകുത്തിയ രാജു എന്ന ആ മനുഷ്യൻ ഒരു പ്രലോഭനങ്ങളിലും വിടാതെ താൻ കോൺവെൻറ്റിൽ കണ്ട മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു. ഈ അസാമാന്യ ധൈര്യമാണ് കേസിനെ പുതിയൊരു വഴിത്തിരിവിലേക്ക് നയിക്കുന്നത്. ജോമോൻ പുത്തമ്പുരയ്ക്കലിൻ്റെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. ആദ്യം മുതലേ സംശയത്തിൻ്റെ നിഴലിലായിരുന്ന ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പിതൃക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവരെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആവശ്യമുയർന്നു. അങ്ങനെ ആദ്യമായി 2007 പ്രതിസ്ഥാനത്തുള്ള വൈദികർക്കും കന്യാസ്ത്രീക്കും പോളിഗ്രാഫ്, നാർക്കോ അനാലിസ് പരിശോധനകൾ നടത്തി. സിസ്റ്റർ അഭയെ കൊലപ്പെടുത്തിയത് ഇവർ തന്നെയാണെന്ന് ജനങ്ങളും വിശ്വസിച്ചു. എന്നാൽ ആരുടെയും പക്കൽ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. നാർക്കോ പരിശോധനകൾക്ക് ശേഷം ജനങ്ങളിൽ വലിയൊരു പ്രതീക്ഷ ഉണർന്നു. ഒടുവിൽ സത്യം പുറത്തു വരുമെന്ന് അവർ കരുതി. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. സത്യം പുറത്തു വരുന്നതിന് പകരം കേസ് കൂടുതൽ കുഴഞ്ഞു മറിയുകയാണ് ഉണ്ടായത്. കോടതി രേഖകളും മാധ്യമ റിപ്പോർട്ടുകളും പ്രകാരം നാർക്കോ പരിശോധനകൾ റെക്കോർഡ് ചെയ്ത CD-യിൽ കൃത്രിമം നടന്നുവെന്ന ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നു. ആ വീഡിയോകളിൽ 30-ലധികം കട്ടുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. യഥാർത്ഥ സത്യം മറച്ചുവെക്കാൻ വേണ്ടി ആ ദൃശ്യങ്ങൾ വെട്ടിമുറിച്ച് നശിപ്പിച്ചതുപോലെ. CD-യിൽ കൃത്രിമം നടന്നുവെന്ന ആരോപണങ്ങളും കോടതി മുറിയിലെ നാടകീയ രംഗങ്ങളും കേസിനെ കൂടുതൽ സങ്കീർണമാക്കുകയായിരുന്നു. എന്നാൽ കേരളത്തിലെ വിവിധ വാർത്താ ചാനലുകൾ ഫാദർ തോമസ് കോട്ടൂരിനെയും സിസ്റ്റർ സെഫിയെയും നാർക്കോ അനാലിസിസ് പരിശോധനയ്ക്ക് വിധേയമാകുന്ന വീഡിയോ ഫൂട്ടേജുകൾ സംപ്രേഷണം ചെയ്തു. അതിൽ അവർ അർത്ഥബോധാവസ്ഥയിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് കാണാമായിരുന്നു. അതിൽ സിസ്റ്റർ അഭയെ കൊന്നുവെന്നും അതെങ്ങനെയാണ് കൃത്യം നടത്തിയതെന്നും അവർ പറയുന്നത് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഫാദർ തോമസ് കോട്ടൂർ തങ്ങൾ 3 പേർ ചേർന്ന് അഭയെ കിണറ്റിലേക്ക് ഇട്ട ശേഷം താൻ മതിൽ ചാടി അവിടെ നിന്നും പോയി എന്നതുവരെ വിവരിക്കുന്നതുണ്ടായിരുന്നു. ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിളുമാണ്. ഇതോടെ തിരുവസ്ത്രമണിഞ്ഞ ആ ചെകുത്താന്മാരെ അറസ്റ്റ് ചെയ്ത് കൊലക്കുറ്റം ചുമത്തി ശിക്ഷിക്കണമെന്ന് കേരളം ഒന്നാകെ ആവശ്യപ്പെടാൻ തുടങ്ങി. അഭയ്ക്ക് നീതി കിട്ടണമെന്ന് എല്ലാവരും ശബ്ദമുയർത്തി. 2008 നവംബറിൽ കേരള ഹൈക്കോടതി കേസ് പുതിയൊരു CBI സംഘത്തിന് കൈമാറി. അന്വേഷണം പൂർത്തിയാക്കാൻ അവർക്ക് അനുവദിച്ചത് വെറും 3 മാസം മാത്രമായിരുന്നു. DYSP നന്ദകുമാർ നായരുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണം ആരംഭിച്ചു. ഈ അന്വേഷണം വളരെ സൂക്ഷ്മവും കൃത്യവുമായിരുന്നു.
സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ട ദിവസം പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടായിരുന്നു ആദ്യം അവർ പരിശോധിച്ചത്. അപ്പോൾ തന്നെ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വ്യാജമാണെന്ന് CBI കണ്ടെത്തി. അതുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനയിൽ ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ ASI VV അഗസ്റ്റിൻ ആദ്യത്തെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നശിപ്പിക്കുന്നത് താൻ നേരിൽ കണ്ടു എന്ന് MM തോമസ് എന്ന പോലീസുകാരൻ മൊഴി നൽകി. മാത്രമല്ല VV അഗസ്റ്റിൻ രണ്ടാമത് തയ്യാറാക്കിയ വ്യാജ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ആദ്യത്തെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഒപ്പിട്ട ജോൺസ് കറിയ, TA നസീർ, സേവ്യർ എന്നീ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒപ്പ് VV അഗസ്റ്റിൻ വ്യാജമായി ഇട്ടു എന്നും കണ്ടെത്തി. അതുമായി ബന്ധപ്പെട്ട് ജോൺസ് കറിയ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രണ്ടാമത്തെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഒപ്പിട്ടത് താനല്ല എന്ന് നേരിട്ട് കോടതിയിൽ മൊഴി നൽകി. ഇതോടെ വ്യാജ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി തെളിവ് നശിപ്പിക്കലിന് VV അഗസ്റ്റിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതി ചേർക്കുകയും ചെയ്തു. പിന്നെ CBIക്ക് തെളിവുകൾ കണ്ടെത്താൻ വളരെ എളുപ്പമായിരുന്നു. ഇതിനിടയിലാണ് പുതിയൊരു സാക്ഷി രംഗപ്രവേശനം ചെയ്യുന്നത്. കോൺവെന്റിന് സമീപം താമസിച്ചിരുന്ന സഞ്ജു P. മാത്യു ആയിരുന്നു അത്. 1992 മാർച്ച് 26 രാത്രിയിൽ ഫാദർ തോമസ് കോട്ടൂരിനെ കോൺവെന്റ് ഹോസ്റ്റൽ ക്യാമ്പസിൽ വച്ച് താൻ കണ്ടിരുന്നുവെന്ന് സഞ്ജു മൊഴി നൽകി. ഇതോടെ 2008 നവംബർ 18, 19 തീയതികളിലായി ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പിതൃക്കയിൽ, സിസ്റ്റർ സെഫി എന്നീ 3 പ്രതികളെയും CBI പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് നടന്ന് കൃത്യം 6-ാം ദിവസം, അതായത് 2008 നവംബർ 25-ന് സിസ്റ്റർ അഭയയുടെ വ്യാജ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയ VV അഗസ്റ്റിനെ സ്വയം ജീവിതം അവസാനിപ്പിച്ച നിലയിൽ വീട്ടിൽ നിന്നും കണ്ടെത്തി. ഇത് ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടാണ് ആളുകൾ ഇതിനെ കണ്ടത്. എന്തായാലും അഭയ കൊല്ലപ്പെട്ട് നിരവധി വർഷങ്ങൾ കഴിഞ്ഞിരുന്നതിനാലും ആദ്യം അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിവുകൾ നശിപ്പിച്ചിരുന്നതിനാലും CBIക്ക് തെളിവ് ശേഖരിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കുറച്ച് കാലതാമസം നേരിടേണ്ടി വന്നു. ഇതിനിടയിൽ 2009 ജനുവരി 1-ന് പ്രതികളായ ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പിതൃക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവർക്ക് കേരള ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ജഡ്ജിക്ക് പക്ഷാഭേദമുണ്ടെന്ന് CBI ആരോപിച്ചതിനു തൊട്ടു പിന്നാലെയായിരുന്നു ഈ ജാമ്യം അനുവദിച്ചത് എന്നതും കേരളം കണ്ടതായിരുന്നു. ഏതായാലും CBIയുടെ അന്വേഷണം കർക്കശമായ നിലയിൽ തന്നെ തുടർന്നു. നിരവധി തെളിവുകളുടെയും സാക്ഷികളുടെയും ബലത്തിൽ 2009 ജനുവരി 17-ന് ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പിതൃക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവർക്കെതിരെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി CBI കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. സെന്റ് പൈൻസ് 10th കോൺവെന്റിൽ 1992 മാർച്ച് 27 പുലർച്ചെ എന്താണ് സംഭവിച്ചതെന്ന യഥാർത്ഥ സത്യം CBI ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മുന്നിൽ അവതരിപ്പിച്ചു. ഫാദർ തോമസ് കോട്ടൂരും ഫാദർ ജോസ് പിതൃക്കയിലും അഭയ പഠിച്ചുകൊണ്ടിരിക്കുന്ന BCM കോളേജിലെ തന്നെ സൈക്കോളജി മലയാളം പ്രൊഫസർമാരായിരുന്നു. സിസ്റ്റർ സെഫി ആകട്ടെ സെന്റ് പൈൻസ് 10th കോൺവെന്റിലെ വാർഡനായിരുന്നു. ഈ പുരോഹിതന്മാരും സിസ്റ്റർ സെഫിയും തമ്മിൽ ചില വഴിവിട്ട ബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ 1992 മാർച്ച് 27 വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിക്ക് പഠിക്കുന്നതിനായി എഴുന്നേറ്റ സിസ്റ്റർ അഭയ കുറച്ച് തണുത്ത വെള്ളം എടുക്കുന്നതിനായി അടുക്കളയിലേക്ക് വരുന്നു. ഫ്രിഡ്ജ് തുറന്ന് വെള്ളമെടുക്കുന്ന സമയത്ത് ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പിതൃക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവരെ വളരെ മോശം സാഹചര്യത്തിൽ അബദ്ധവശാൽ അവിടെ വച്ച് കാണുന്നു. ശക്തമായ ഒരു സ്ഥാപനത്തിൻ്റെ മാനത്തിന് തന്നെ കോട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വലിയ രഹസ്യമായിരുന്നു ആ പാവം പെൺകുട്ടിയുടെ കണ്ണുകൾ അന്ന് കണ്ടത്. ആ വല്ലാത്തൊരു സാഹചര്യത്തിൽ അവിടെ വെച്ച് സിസ്റ്റർ അഭയെ കണ്ട 3 പേരും പരിഭ്രമിച്ചു പോകുന്നു. ഈ വഴിവട്ട ബന്ധം അഭയ വഴി പുറത്താകുമെന്ന് പരിഭ്രമിച്ച് സിസ്റ്റർ സെഫി ആകെ അസ്വസ്ഥയാകുന്നു. ഉടനെ തന്നെ ഫാദർ തോമസ് കോട്ടൂരും ഫാദർ ജോസ് പിതൃക്കയിലും ചേർന്ന് സിസ്റ്റർ അഭയെ കടന്നു പിടിക്കുകയും ഒച്ചപ്പാടുണ്ടാക്കാതിരിക്കാൻ വാ പൊത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് അഭയ ഫ്രിഡ്ജിൽ നിന്നും കുടിക്കാനായി എടുത്ത വെള്ളത്തിൻ്റെ ബോട്ടിൽ തറയിൽ വീഴുന്നു. അതൊരു തെളിവായി അവിടെ തന്നെ കിടന്നു. പിടിവലിയിൽ അവളുടെ ശിരോവസ്ത്രവും ആ അടുക്കളയിൽ തന്നെ രണ്ടാമത്തെ തെളിവായി വീഴുന്നു. ഇതേസമയം സിസ്റ്റർ സെഫി പുറത്തുനിന്നവിടുന്നോ ഒരു കോടാലി എടുത്തുകൊണ്ട് വരികയും അതിൻ്റെ 3 ഭാഗം കൊണ്ട് സിസ്റ്റർ അഭയയുടെ തലയിലേക്ക് ആഞ്ഞടിക്കുകയും ചെയ്യുന്നു. തലയിലേറ്റ ആ ഒരു അടിയോടെ സിസ്റ്റർ അഭയ മരണാസന്ന നിലയിൽ പിടഞ്ഞ് താഴേക്ക് വീഴുന്നു. ആ സമയത്തും ഫാദർ തോമസ് കോട്ടൂർ അഭയയുടെ കഴുത്ത് ഞെക്കിപ്പിടിക്കുകയും വാ പൊത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സിസ്റ്റർ അഭയ മരണാസന്നമായ നിലയിൽ ബോധരഹിതയാകുന്നു. കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ നേരം പുലരും. ജോലിക്കാരും മറ്റുമെത്തും.
ആയതിനാൽ അഭയെ അവിടെ നിന്ന് മാറ്റേണ്ടത് അവർക്ക് അനിവാര്യമായിരുന്നു. കുറ്റം ചെയ്ത കുറ്റവാളികൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ എന്താണോ ചെയ്യാൻ ശ്രമിക്കുക, അതായിരുന്നു അവിടെ സംഭവിച്ചത്. അഭയെ അവർ 3 പേർ ചേർന്ന് കിണറ്റിലേക്ക് കൊണ്ടിട്ടു. അതിന് കൃത്യമായ തെളിവാണ് അഭയുടെ ഒരു ചെരുപ്പ് അടുക്കളയിലും മറ്റൊരു ചെരുപ്പ് കിണറ്റിൻകരയിലും കിടന്നിരുന്നത്. മാത്രമല്ല, അഭയുടെ തലയ്ക്കടിക്കാൻ ഉപയോഗിച്ചിരുന്ന കോടാലിയും അടുക്കളയിലുണ്ടായിരുന്നു. മരണാസന്നമായ നിലയിൽ സിസ്റ്റർ അഭയെ പ്രതികൾ കിണറ്റിലെറിഞ്ഞതോടെ കിണറ്റിൽ കിടന്ന് അഭയ മരിക്കുന്നു. ഇതായിരുന്നു CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം. സാഹചര്യ തെളിവുകൾക്ക് പുറമെ നിരവധി സാക്ഷിമൊഴികളും CBIയുടെ ഈ കണ്ടെത്തലുകൾക്ക് ബലം പകർന്നിട്ടുണ്ട്. 2009 CBI കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും അപ്പോഴൊന്നും കേസ് വിചാരണയ്ക്ക് എടുത്തിരുന്നില്ല. സാങ്കേതികമായ കാരണങ്ങളാൽ അത് 9 വർഷത്തോളം വീണ്ടും നീണ്ടുപോകുന്നു. കേസ് വിചാരണയ്ക്കെടുക്കാൻ ആക്ഷൻ കൗൺസിൽ കൺവീനർ ജോമോൻ പുത്തമ്പരയ്ക്കൽ കോടതിയിൽ വീണ്ടും ഒരു ഹർജി കൊടുത്തതിൻ്റെ പേരിലാണ് കോടതി നടപടിക്രമങ്ങൾ തുടങ്ങുന്നത് പോലും. വിചാരണ തുടങ്ങാനെടുത്ത 9 വർഷത്തെ കാലയളവിനിടയിൽ പല സാക്ഷികളെയും പണമായും ജോലിയായും മറ്റ് പല തരത്തിലും സഭാ നേതൃത്വം സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. വിചാരണ തുടങ്ങി ആദ്യ ദിവസം തന്നെ പല സാക്ഷികളും കൂറുമാറി. CBIക്ക് നിർണായ മൊഴികൾ നൽകിയ അന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ അനുപമ, സിസ്റ്റർ സുദീപ, നിഷാറാണി, കോൺവെന്റിൻ്റെ അയൽവാസിയായ സഞ്ജു P. മാത്യു എന്നിങ്ങനെ CBIയുടെ മുന്നിൽ നിർണായക മൊഴികൾ കൊടുത്ത ആളുകൾ ഓരോന്നോരോന്നായി കൂറുമാറുന്ന കാഴ്ചയാണ് വിചാരണയുടെ ആദ്യ ഘട്ടത്തിൽ കാണുന്നത്. എന്തിനേറെ പറയുന്നു, സിസ്റ്റർ അഭയോടൊപ്പം പുലർച്ചെ എഴുന്നേറ്റ സിസ്റ്റർ അഭയെ അവസാനമായി കണ്ട സിസ്റ്റർ ഷേർലി വരെ കൊടുത്ത മൊഴി മാറ്റി പറഞ്ഞു. അങ്ങനെ വിദ്യാഭ്യാസവും പദവിയും ഉള്ളവരും ദൈവത്തിൻ്റെ മാലാഖമാരെന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്ന ചെന്നായ്ക്കളും കൂറുമാറിയപ്പോൾ മൊഴിയിൽ ഉറച്ചു നിന്നത് അന്ന് സമൂഹം കള്ളനെന്ന് വിളിച്ചിരുന്ന അടയ്ക്ക രാജു എന്ന രാജുവായിരുന്നു. പിന്നെ ഈ കേസിന് നിർണായക മൊഴി നൽകിയത് അന്ന് ആ സംഭവ ദിവസം വിവരമറിഞ്ഞ് അന്ന് ആ കോൺവെൻറ്റിൻ്റെ അടുക്കളയിലെത്തിയ MM തോമസ് ആയിരുന്നു. താൻ ആ അടുക്കളയിൽ ഒരു കോടാലി കണ്ടുവെന്നും ഫ്രിഡ്ജ് തുറന്നു കിടക്കുകയും ഒരു ബോട്ടിൽ വെള്ളം തറയിൽ കിടക്കുന്നത് കണ്ടുവെന്നും അഭയുടെ ശിരോവസ്ത്രം അവിടെ കിടക്കുന്നത് കണ്ടുവെന്നും അഭയുടെ ഒരു ചെരുപ്പ് അടുക്കളയിലും മറ്റൊരു ചെരുപ്പ് കിണറ്റിൻകരയിൽ കിടക്കുന്നത് കണ്ടു എന്ന നിർണായക മൊഴി MM തോമസ് കോടതിയിൽ നൽകി. പിന്നെ വേണുഗോപാൽ എന്നൊരാളുടെ മൊഴിയും കോടതിയിൽ നിർണായകമായി. തനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് ഫാദർ തോമസ് കോട്ടൂർ തന്നോട് പറഞ്ഞിരുന്നു എന്നായിരുന്നു ആ മൊഴി. അതുപോലെ സംഭവം നടന്ന ദിവസം രാവിലെ ആ കോൺവെൻറ്റിലെത്തുന്ന BCM കോളേജിലെ അധ്യാപികയായിരുന്ന പ്രൊഫസർ ത്രേസ്യാമ്മ കൊടുത്ത സാക്ഷിമൊഴിയും വളരെ നിർണായകമായി. കേസിൻ്റെ തുടക്കം മുതലേ തന്നെ അന്വേഷണത്തെ അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വിലയിരുത്തിയ CBI കോടതി ക്രൈംബ്രാഞ്ച് DSP സാമുവേൽ, ക്രൈംബ്രാഞ്ച് SP KT മൈക്കിൾ, ജീവനൊടുക്കിയ ASI അഗസ്റ്റിൻ എന്നീ ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. ഒടുവിൽ രാജ്യം മുഴുവൻ കാത്തിരുന്ന ആ ഒരു ദിവസം വന്നെത്തി. 2020 ഡിസംബർ 22, 23 തീയതികളിലായി തിരുവനന്തപുരത്തെ പ്രത്യേക CBI കോടതി 28 വർഷം പഴക്കമുള്ള സിസ്റ്റർ അഭയ കൊലക്കേസിൻ്റെ വിധി പ്രഖ്യാപിച്ചു. പ്രത്യേക CBI കോടതി ജഡ്ജി K. സനൽകുമാർ ഫാദർ തോമസ് കോട്ടൂരിന് ഇരട്ട ജീവപര്യന്തവും സിസ്റ്റർ സെഫിക്ക് ജീവപര്യന്തവും കൂടാതെ ഇരുവർക്കും 5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. എന്നാൽ കഥ അവിടെയും അവസാനിച്ചില്ല. ഏറെ വൈകിയായിരുന്നാലും അഭയയ്ക്ക് നീതി ലഭിച്ചു എന്ന് എല്ലാവരും വിശ്വസിച്ചുവെങ്കിലും ആ ഒരു ആശ്വാസം അധികം നാൾ നീണ്ടു നിന്നില്ല. ഫാദർ തോമസ് കോട്ടൂരാനും സിസ്റ്റർ സെഫിയും ആ വിധിക്കെതിരെ അപ്പീൽ നൽകി. അതിൻ്റെ ഫലമായി 2022 ജൂൺ 23 കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഫാദർ തോമസ് കോട്ടൂരാൻ്റെയും സിസ്റ്റർ സെഫിയുടെയും ജീവപര്യന്തം ശിക്ഷ മരവിപ്പിക്കുകയും അവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്ക് വെറും 1.5 വർഷം മാത്രമേ ജയിലിൽ കിടക്കേണ്ടി വന്നുള്ളൂ എന്നതാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളെ ലജ്ജിപ്പിക്കുന്നത്. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ ആക്ഷൻ കൗൺസിൽ കൺവീനർ ജോമോൻ പുത്തമ്പുരയ്ക്കൽ വീണ്ടും കോടതിയിൽ അപ്പീൽ കൊടുത്തുവെങ്കിലും ആ അപ്പീൽ പരിഗണനയിൽ പോലും വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സത്യത്തിൻ്റെ അന്തിമ വിജയം ഇനിയും അകലെയാണ്. നീതിക്കായുള്ള പോരാട്ടം ഒരിക്കലും എളുപ്പമല്ല എന്ന് അഭയ കേസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പണവും സ്വാധീനവുമുള്ള തിന്മയുടെ ഭാഗത്തേക്ക് നീതിയുടെ മരം വളഞ്ഞു പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ വ്യത്യസ്തമാർന്നതും കൗതുകമാർന്നതുമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.